അദ്ദേഹം ചിത്രകാരൻ കൂടിയായിരുന്നു. ഒരു കാലത്ത് അദ്ദേഹം നല്ല ചിത്രങ്ങൾ വരച്ചെങ്കിലും അന്ന് ഈ പെയിന്റിന് വല്ലാത്ത ഗന്ധമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ആവശ്യം ഉണ്ടാവുകയും അതുകൊണ്ട് ചിത്രകല ഈ ശബ്ദത്തിന് തടസ്സം വരുന്നതുകൊണ്ട് ചിത്രകല നടത്തുകയായിരുന്നു. ഞാനിവിടെ സാമർഥ്യം പറയാൻ കാരണം മലയാള അമേച്ചർ നാടകരംഗത്ത് വളരെ സജീവ സാന്നിധ്യമായി നിന്നിരുന്ന പട്ടണം റഷീദ് ഒരു ഘട്ടത്തിൽ തൻ്റെ മറ്റു പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ചുകൊണ്ട് മേക്കപ്പ് എന്ന കലാരൂപത്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയായിരുന്നു. ഒരു 35 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഞാനും റഷീദും ഒക്കെ വളരെ സുഹൃത്തുക്കളായിരുന്നു. മദ്രാസ് അദ്ദേഹം വരുമ്പോഴും ഞാൻ മദ്രാസിലുണ്ടായിരുന്നു. അപ്പോൾ ഈ പെയിന്റിന് അലർജി ഉണ്ടായി ദാസേട്ടൻ പടം നിർത്തിക്കൊണ്ട് വലിയൊരു ഗായകന് ലോകത്തിന് കിട്ടിയത് പോലെ തന്നെ മറ്റുള്ള ആക്ടിവിറ്റീസ് എല്ലാം മാറ്റിവെച്ച് മേക്കപ്പ് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പട്ടണം റഷീദിന് ഇന്ത്യയിലെ സമ്പന്നരായ മേക്കപ്പ്മാർക്ക് ഒരാളാകാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു കവിയോധനുണ്ട്. പല വസ്തുക്കൾ കയ്യിലാക്കാൻ ശ്രമിക്കുന്നു, അലയാനിടയാകും ഒന്നമേ ലഭിക്കാതെയാണ്. പലതിനും കൈവയ്ക്കാൻ ശ്രമിക്കാതെ ഒന്നിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് റഷീദ് ഇന്ന് ഈ നിലയിലെത്തിയത്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ രാമചന്ദ്രബാബുവൊക്കെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ ആ തൊഴിലിനോടുള്ള ആത്മാർത്ഥ, ആ സമീപനം, ഒരു ഗവേഷണ ബുദ്ധി എന്തായാലും വളരെ സന്തോഷമുണ്ട്. 35 വർഷത്തെ സൗഹൃദത്തിൻ്റെ വെളിച്ചത്തിലാണ് റഷീദ് എന്നെ ഇതിൽ വിളിച്ചതിന്, എനിക്ക് ഈ ചടങ്ങിലേക്ക് വിളിച്ചത് എനിക്ക് തോന്നുന്നു. എനിക്ക് ഈ റഷീദിന് കിട്ടുന്ന എല്ലാ അവാർഡുകളും ഇനി എൻ്റെ സഹോദരന് കിട്ടുന്നവരുടെ അവാർഡൊക്കെ കരുതിക്കൊണ്ടാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. റഷീദിൻ്റെ ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ എന്നും നന്മയുടെ വിജയത്തിൻ്റെ പൂക്കൾ മാത്രമാണ് വഴികൾ ഡിഗേറ്റ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കേരള സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർമാൻ ഈ വേദിയുടെ മുൻനിരയിലിരിക്കുന്നത് ശ്രീ ടി എം എബ്രഹാം